ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു മാറ്റ് ഫിനിഷ് അപ്പാര ലുക്ക് കേട്ടോ, നേരിട്ട് കാണുമ്പോൾ അപ്പാര ഒന്നൊന്നര ലുക്കാണ്. 2022 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, GT ലൈൻ, ഡീസൽ, മാനുവൽ, സോണറ്റ്. ഓട്ടം 45 കിലോമീറ്റർ. 45, അതായത് 4 വർഷം കൊണ്ട് 45. സംതിങ് ഓടുന്നുള്ളൂ. പെട്രോൾ വണ്ടിന്റെ ഓട്ടേ പോയിട്ട് അതായത് ഓടി Q3, Q5, Q7 ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ A series മറ്റേത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് Q2 ആണ് സ്റ്റാർട്ടിങ്. Qന്റെ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാവർക്കും നമസ്കാരം. എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പൊ ഷമീർക്കയാണ്. ഷമീർക്ക് രണ്ടാമത്തെ വീഡിയോ. ഷമീസ് കാസ് നടക്കാവൽ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് 10 ലക്ഷത്തിന്റെ മേലെ ബഡ്ജറ്റ് വരുന്ന കാറുകൾ നമ്മള് മെനിഞ്ഞാന്ന് പ്രൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാഗാവ് ഷോറൂമിൽ. അവിടെ 10 ലക്ഷത്തിനുള്ളിൽ വരുന്ന വാഹനങ്ങളായിരുന്നു കാണിച്ചത്. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് കാർ നോക്കുന്നുണ്ട്, വേഗം ആ എപ്പിസോഡ് എടുത്ത് കണ്ടോ. ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നതാ ഇങ്ങനത്തെ കൊലകൊമ്പൻ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഹാരിയറിന്റെ റേഞ്ച് ചിലപ്പോൾ മാറാൻ പോവാ. പാട്രിയോട്ട് സിനിമയിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, മോഹൻലാൽ മമ്മൂട്ടി കയറി വെടിവെക്കുന്ന ഒരു സീന്. മമ്മൂട്ടി ഡോറിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മോഹൻലാൽ സൺറൂഫ് പോകുന്ന വീഡിയോ ഒക്കെ സീന് വരുന്നുണ്ട്. സംഭവം ഹാരിയറിന്റെ EV ആണ്. മറ്റേ ആ പരസ്യം വൈറലായ ആഡില്ലായിരുന്നു ആ സാധനം. ഈ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ EV കാണിച്ചിട്ടില്ല. EV നമ്മൾ കാണിച്ചിട്ടില്ല. ഓക്കെ, ഹിറ്റായ ഒരു പരസ്യം ഉണ്ട്, ഒരു മലയാളം എടുത്തൊരു പരസ്യമാക്കി എടുത്തല്ല. സൂപ്പർ അല്ലേ, അടിപൊളിയായിരുന്നു, അടിപൊളി പരസ്യമായിരുന്നു. ഓക്കെ, അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ഷമീസ് കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ദാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഷമീർ കാ, നമുക്ക് പ്രൈസിങ് അങ്ങനെ നല്ലൊരു പ്രൈസ് നമുക്ക് നല്ല നെറ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ധൈര്യമായിട്ട് എടുക്കാം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ടാവും. നല്ല വണ്ടികൾ, അധികം മോഡൽ കൂടിയ വണ്ടികൾ തന്നെയായിരിക്കും. പിന്നെ ഷമീർക്കൊക്കെ ഞാൻ ഗ്യാരണ്ടി. താങ്ക് യു. എനിക്ക് ഷമീർക്ക് ഗ്യാരണ്ടി തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനത്തെ ഇത് വേണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ EVന്റെ ഈ ഒരു ബ്ലാക്ക് കാണുന്നത് ഹാരിയറിന്റെ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു മാറ്റ് ഫിനിഷ് അപ്പാര ലുക്ക് കേട്ടോ, നേരിട്ട് കാണുമ്പോൾ അപ്പാര ഒന്നൊന്നര ലുക്കാണ്. ഗ്ലോസി ഫിനിഷിനേക്കാൾ ലുക്ക് മാറ്റിന്. ഓക്കെ, ഇതേതാ മോഡല്? 2025 മോഡല്. ഏറ്റവും ടോപ്പ് ഹാരിയർ EVന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന ഓൾ വീൽ ഡ്രൈവ് വരുന്ന EV. ഓക്കെ, ഏറ്റവും ടോപ്പ് വാഹനമാണ്. 25 ആണ് മോഡല്. വണ്ടിക്ക് തന്നെ 28 വരെ വാറണ്ടി ഉണ്ടാവും. അല്ലാണ്ട് ബാറ്ററി വാറണ്ടിയും മോട്ടോർ വാറണ്ടിയും 8 വർഷത്തേക്കും പിന്നെ 1,60,000 കിലോമീറ്റർ വരെയും കിട്ടും. സെക്കൻഡ് ഓണറിലേക്ക് പോകുമ്പോഴും കിട്ടും അല്ലേ? ഓക്കെ, പുതിയ ഓണർക്ക് 15 വർഷം കിട്ടുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഓണറിലേക്ക് പോകുമ്പോൾ 8 വർഷം പിന്നെ 1,60,000 കിലോമീറ്റർ. എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? വെറും 7,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 7,000 മാത്രം. അതെ, 1,60,000 വാറണ്ടി ഉള്ളതിൽ വെറും 7,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടി, ഏറ്റവും ഫുൾ ഓപ്ഷൻ EV ആണ്. ഇതിന്റെ റേഞ്ച് എത്രയാണ്? ഇതിന്റെ കമ്പനി പറയുന്നത് 650 കിലോമീറ്റർ എടുത്താ പറയുന്നത്. നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന 550 അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 650. ഓക്കെ, അപ്പോൾ ഒരു 100 കിലോമീറ്റർ കുറവായിരിക്കും. 550 വരെ ഫുൾ ചാർജിൽ കിട്ടുന്നുണ്ട്. അതായത് കാസർഗോഡ് നിന്ന് വണ്ടി എടുത്താൽ തിരുവനന്തപുരം വരെ പോവാം. ഏകദേശം 600 കിലോമീറ്റർ എടുത്തുണ്ടാവില്ല. കമ്പനി പറയുന്ന പ്രകാരം കിട്ടും, പക്ഷേ ആക്ച്വലി എന്തായാലും കൊല്ലം വരെ എന്തായാലും അവിടെ ഒരു 20 ചാർജ് അതൊരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്, നോർമൽ ചാർജർ ഉണ്ട്, രണ്ടുണ്ട്. ഇതിന് പറയുകയാണെങ്കിൽ പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോ നമ്മൾ ആഡ് കാണിച്ച പോലെ തന്നെ ആനമല കയറിയ വണ്ടി മാത്രമല്ല, പെർഫോമൻസ് വൈസിനും ഫീച്ചേഴ്സ് വൈസിനും സൂപ്പർ വണ്ടി. ഫീച്ചേഴ്സ് നമുക്ക് നോർമൽ ഫീച്ചേഴ്സിന്റെ പുറമെ എനിക്ക് തോന്നുന്നത് പിന്നെ ഫുള്ളി അഡാസിന്റെ പിന്നെ ബൂട്ടിലല്ല നമ്മളെ കാലുകൊണ്ട് ഇങ്ങനെ ആക്കിയ ബൂട്ട് ഓപ്പണാവുന്ന കേസുണ്ട്. പിന്നെ അതേപോലെ കോ ഡ്രൈവർ സീറ്റ് ബാക്കിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ബാക്കിൽ നിന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻബിൽഡ് പിന്നെ സീറ്റിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവില്ലേ? സീറ്റ് സൈഡിൽ തന്നെ ഫ്രണ്ട് ബാക്കിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റേഞ്ച് റോഡിലൊക്കെ ഉണ്ടാവുന്ന അതേ ഫീച്ചർ ഇവരുടെ തന്നെയാണ് ഇപ്പൊ. അതൊക്കെ കയ്യിലാണല്ലോ, അതാണ് അതിന് ശേഷമുള്ള പോലൊക്കെ മാറിയത്. അതെ, മൊത്തം ലുക്ക് മാറി. അപ്പോ ഷെബീർ ഇതിന്റെ പുതിയ വില നോക്കിയിട്ടുണ്ട്? എത്രയാണ്? പുതിയ വില 34 ലക്ഷത്തിന് സംതിങ് വരുന്നുണ്ട്. 34 ലക്ഷത്തിന് സംതിങ് വരുന്നുണ്ട്. ഇപ്പൊ ഇതിന് എത്രയാ ചോദിക്കുന്നത്? നമുക്ക് നെറ്റായി നമുക്ക് ഒരു 28,40,000 രൂപ കൊടുക്കാം. 28,40,000 വെറും 7,000 കിലോമീറ്റർ, ഏകദേശം 6 ലക്ഷത്തിന്റെ മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറും 7,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്കാണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ വാറണ്ടി നിലനിൽക്കുന്ന വണ്ടിയാണ്. താല്പര്യം എടുത്തോ. അബ്ബാര ലുക്കാണ് ഓക്കെ. അടുത്തത് കിയ കാരൻസ് ആണ്. KL 38 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. നേരത്തെ നമ്മൾ കണ്ട ഹാരിയർ KL 1 തിരുവനന്തപുരം വണ്ടിയായിരുന്നു. ഇത് KL 38. 7 സീറ്ററുകളിൽ വലിയ 7 സീറ്റർ ഇന്നോവ, ക്രിസ്റ്റ, അർട്ടിക ഒക്കെ നോക്ക്, അതിൻ്റെ ഒരു തൊട്ട് താഴെ വരുന്ന ഒരു സെഗ്മെന്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? 2023 കിയ കാരൻസ് പ്രസ്റ്റീജ് എന്ന വേരിയന്റ്, മാനുവൽ ട്രാൻസ്മിഷനിൽ പെട്രോൾ. മിഡിൽ ഓപ്ഷൻ മാനുവൽ പെട്രോൾ ആണ്. ഒരു
12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് വരും. കിട്ടും അല്ലേ? ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 സർവീസ് ഇപ്പോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഇനി നിങ്ങൾ 59 ചെയ്താൽ മതി. 60,000 ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ക്ലെയിമും കാര്യമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. പ്രസ്റ്റീജ് മിഡിൽ ഓപ്ഷനാണ് വരിക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ആൾക്കാർക്കും കൂളായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ സ്പേസ് ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. അല്ലാതെ സാധാരണ ഡാറ്റ്സൺ ഗോ പ്ലസ് ആ ഒരു റേഞ്ച് ഒന്നുമല്ല. അതിനേക്കാൾ മേലെ വരുന്ന സ്പേസ് ഉള്ള റോ തന്നെയാണ്. അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം എത്ര? ഇപ്പോൾ നമുക്ക് 10,30,000 രൂപ കൊടുക്കാൻ പറ്റും. 10:30 ഒരു 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോണ് എത്ര കിട്ടും? ലോൺ നമുക്ക് ഒരു 10 ലക്ഷം നമുക്ക് ലോൺ കൊടുക്കാം. EV-ന്റെ ലോൺ പറഞ്ഞു നമ്മൾ എത്ര? ഏകദേശം 100% വരുമ്പോൾ കൊടുക്കാം. നല്ല ട്രാക്കുള്ള അതാണ് അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് 7 സീറ്ററുകളുടെ രാജകുമാരൻ ഇന്നോവ ക്രിസ്റ്റ. നിങ്ങൾ വണ്ടി ഓടിച്ചതിൽ 7 സീറ്ററിൽ ഏറ്റവും യാത്രാസുഖം തോന്നിയ വണ്ടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ? സത്യം പറയുകയാണെങ്കിൽ ഒന്ന് ക്രിസ്റ്റ തന്നെയാണ്. 7 സീറ്ററിൽ എന്താ വെച്ചാൽ എനിക്ക് ഹൈക്രോസിനെ കാട്ടി സത്യത്തിൽ ക്രിസ്റ്റ എനിക്ക് ഓടിക്കാൻ സത്യത്തിൽ ചോദിച്ചാൽ പറയാം. എനിക്ക് യാത്രക്ക് സുഖമാണ് ഓടിക്കാൻ. എനിക്ക് ഇഷ്ടതാ. അപ്പൊ അങ്ങനത്തെ ഒരു സുഖമുള്ള വണ്ടിയാ ഇത്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. 1234 ആണ് നമ്പർ വരുന്നത്. 1234 വണ്ടി നമ്പർ. എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡല് ക്രിസ്റ്റ V വേരിയന്റ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കറക്റ്റായിട്ട് പമ്പർ മാത്രം റീപ്ലേസ് ഉണ്ട്. വി മാനുവൽ വീല് മാനുവൽ വരുള്ളൂ. 19 ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഓട്ടം എത്ര പറഞ്ഞ? 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80,000 സർവീസ് നമ്മൾ ഇന്നലെ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് ചെയ്യുകയും ചെയ്തു. ടൈം ബേസ് വെച്ചിട്ട്. ഇനി 90 സർവീസ് 86 ചെയ്താൽ മതി. എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ സെറ്റ് മാറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല വണ്ടി. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. സെറ്റിന്റെ താഴെ വരുന്ന V ഓപ്ഷനാണ്. ഓട്ടോ ക്ലൈമറ്റ് സ്റ്റാർട്ടും എല്ലാം വരുന്ന സാധനം വരുന്നുണ്ട്. ഓക്കെ. വലിയ ഓട്ടം പോയിട്ടില്ല. അതാണ് പറയുമ്പോൾ ഒരു പെട്രോൾ വണ്ടി. സാധാരണ ചെറിയ ഓട്ടം ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറഞ്ഞ വണ്ടിയാണ്. ഏറ്റവും ഓട്ടം കുറഞ്ഞ വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരളം നോക്കുന്നവർക്ക് പറ്റും. സീറോ ക്ലെയിം ആണോ? സീറോ ഞാൻ പറഞ്ഞ പമ്പർ മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആക്സിഡന്റ് മറ്റേ ബോണ്ടോ ഗ്ലാസ് ഡോർ അങ്ങനത്തൊന്നുമില്ല. മേജർ അല്ല. എത്ര ചോദ്യം? എത്ര നമുക്ക് ചോദ്യം നെറ്റാക്കി നമുക്ക് 18,50,000 രൂപ കൊടുക്കാം. 18,00,000 2019 V ഓപ്ഷൻ മാനുവൽ 76,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ. ഒരു 17 ലക്ഷം നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ യാത്രാ സുഖമാണെന്നുണ്ടെങ്കിൽ വേഗം വന്നു. ഇനി നമ്മൾ 3 കിയുടെ വെറൈറ്റി വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം സെൽട്ടോസ് ആണ്. ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2024 മോഡല് കിയ സെൽറ്റോസിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ GT ലൈനിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. GT ലൈൻ എന്ന് വെച്ചാൽ എല്ലാ ഫീച്ചേഴ്സ് അത്രയും ലക്ഷറിയിൽ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റാണ്. മൈലേജും ഒരു 17-18 റേഞ്ച് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. എന്തൊക്കെ ക്ലെയിം? ഒരു ക്ലെയിം ഇല്ല. സീറോ ക്ലെയിം. റീപ്ലേസ്മെന്റ് ഇല്ല. ടച്ച് ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. ഓക്കെ. 27 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. വേറെ ഒരു വർക്കും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ്. ഇതിന്റെ ഹൈലൈറ്റ് ഓട്ടം 19,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക്കിനെ വെച്ച് വലിയൊരു ഓട്ടോ അല്ലേ? ഓക്കെ. നോർമൽ ഓട്ടോമാണ്. എത്ര ചോദ്യം? എത്ര ഇതിന്റെ? നമുക്ക് നെറ്റായിട്ട് ഒരു 19,80,000 രൂപ കൊടുക്കാം. 19,80,000 പുതിയ വണ്ടിക്ക് ഏകദേശം 25 ലക്ഷത്തിന്റെ അടുത്ത് വിലയുണ്ട്. 25 അടുത്ത് വിലയുണ്ട്. ഇത് 19,80,000 നിങ്ങൾക്ക് ഉണ്ടാവും. 19,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സെൽട്ടോസ് ആണ്. മാക്സിമം ലോണും കയറും. ഏകദേശം ഫുൾ എമൗണ്ട് ലോൺ കയറാൻ പറ്റും. ഫുള്ള് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. ഫുള്ള് കിട്ടാന്ന് വെച്ചാൽ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ ചെയ്തിട്ട് അതിനനുസരിച്ച് വണ്ടിയാണ്. ബാങ്ക് ഇത് തരിക. അപ്പോൾ ഫുൾ എമൗണ്ട് കിട്ടുകയും ചെയ്യും. പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വണ്ടി സെൽട്ടോസ് കണ്ടു. ഇനി അതിന്റെ താഴെ വരുന്ന സെഗ്മെന്റാണ് സോണറ്റ്. ഇതും ഫുൾ ഓപ്ഷൻ തന്നെ. GT ലൈൻ സെയിം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അതൊക്കെ ഇതിലുണ്ട്. ഒറ്റ വ്യത്യാസമുള്ളൂ. ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. മറ്റേ ഓട്ടോമാറ്റിക് ഡീസൽ തന്നെ അല്ലേ? ഡീസൽ. അപ്പം 20 റേഞ്ച് തന്നെ ഏകദേശം ലോങ്ങിലൊക്കെ നമുക്ക് മൈലേജ് ഉറപ്പിക്കാൻ കിട്ടും. മോഡൽ ഏതാ? 2022 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. GT ലൈൻ ഡീസൽ മാനുവൽ സോണറ്റ്. ഓട്ടം 45 കിലോമീറ്റർ. 45. അതായത് 4 വർഷം കൊണ്ട് 45. ഏകദേശം 10 സംതിങ് ഓടുന്നുള്ളൂ. പെട്രോൾ വണ്ടിന്റെ ഓട്ടോ പോയിട്ട് വലിയ ഓട്ടം പോയിട്ടില്ല. ഓക്കെ. അപ്പോൾ നല്ല മൈലേജിൽ ഇത്രയും സൗകര്യത്തിന് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതും അൺടച്ച് പീസ് ആണോ? എല്ലാം അൺടച്ച് പീസാണ് കാണിക്കുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര ചോദ്യം? എത്ര ഇതിന്റെ? ഇത് നമുക്ക് 11,25,000 രൂപ. 11,15 ലക്ഷത്തിന് 22 മോഡൽ GT ലൈൻ ഡീസൽ മാനുവൽ 45,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അൺടച്ച് പീസ് ഷോറൂം കണ്ടീഷൻ. ഓക്കെ. മാക്സിമം ലോൺ കിട്ടുമല്ലോ. നമുക്ക് എന്തായാലും ഒരു 11ന്റെ അടുത്ത് വരെ ലോൺ കൊടുക്കാൻ പറ്റും. അത്രയും കിട്ടും. അടുത്തത് കിയന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വാഹനമാണ് കിയ സൈറസ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണോ? കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അത് KL 7 ആയിരുന്നു. KL 67 ആയിരുന്നു. 67 മാറ്റമുണ്ട്. ഒരേ കളറായിരുന്നു.
ഇത് 67 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാ ഡീറ്റെയിൽ? 2025 മോഡൽ HTK എന്ന് പറഞ്ഞ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വയർലെസ് ചാർജർ ഉണ്ടാവും, ഡിഫോഗർ ഉണ്ടാവും, പിന്നെ അലോയ്സ് വരും, പുഷ്പട്ടം വരും, പനോറമിക് സൺറൂഫ് വരും, പിന്നെ എയർ ബാഗ് ഇപ്പോൾ മാൻഡേറ്ററി 6 എയർ ബാഗ് എല്ലാ വണ്ടിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, പിന്നെ 360 ഉണ്ടാവില്ല. ആ ഒരു ടോപ്പിലേക്ക് പോകുമ്പോൾ വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ വാറണ്ടി 28 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി ആയിരിക്കും അല്ലേ? ഓക്കെ. ഇതും അൺടച്ച് പീസാണ്, വേറെ ഒന്നുമില്ല ചെയ്യാൻ. പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരേപോലെ. ഏതാ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെയാണ് മൈലേജ് ഒരു 11-14 വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കും അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദ്യം? നമുക്കിത് 12,20,000 രൂപ കൊടുക്കും. ഓട്ടോ എത്ര പറഞ്ഞതിന്റെ? ഒരു 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 12,20 അല്ലേ? 12,20 സൈറസ് കൊണ്ടുപോകാം. മിഡിൽ ഓപ്ഷൻ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്, അതും പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ. ലോണ് 90 to 95% തന്നെ കൊടുക്കാം. 95% ലോണുള്ളൂ. ഓക്കെ. അടുത്തത് ഫോക്സ് വാഗൺ ടൈഗും GT ആണ്. DSG ഗിയർ ബോക്സ് വരുന്ന പെർഫോമൻസ് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് SUV ആണ്. KL 73 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 Volkswagen 1.5 GT TSA ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് DSG ഗിയർ ബോക്സ് എന്ന ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ. ടോപ്പ് എൻഡ് വാഹനമാണ്. 2022 മോഡൽ അല്ലേ? ഓക്കെ. വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? വാറണ്ടി നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. അഡീഷണൽ എടുത്തു തരാൻ പറ്റും. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഓട്ടം കിലോമീറ്റർ 68,000 ഓടി, വെൽ മെയിൻറ്റൈൻഡ്. 68,000 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്ര ചോദ്യത്തിന് ഇപ്പോൾ? നമുക്ക് 12,60,000 രൂപ കൊടുക്കുക. അതിന് നമുക്ക് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. 12,60,000 ഫുൾ ലോൺ. അന്ന് ഇറങ്ങും എനിക്ക് ഒന്ന് 22 ലക്ഷം 23 ചോടെ 22 സംതിങ് വില വരുന്നുണ്ട്. അപ്പോൾ പാതിയായ ഏകദേശം പാതി വിലയെ കഴിഞ്ഞു GTക്ക്. അത് പാതി വില ഞാൻ പറയുന്നത് എനിക്ക് 110% ലോണും കൊടുക്കാൻ പറ്റും. അത് ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിക്കാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മാക്സിമം അതായത് ക്യാഷ് ബാക്ക് ലോൺ കിട്ടും. എടുക്കേണ്ട ആവശ്യമില്ല, വേണ്ടെന്ന് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല വണ്ടി. അടുത്ത ഹ്യുണ്ടായുടെ ഒരു 7 സീറ്റർ ആണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ തെറ്റിദ്ധരിക്കുമെങ്കിലും അൽക്കാസറാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? അൽക്കാസർ ഡീസൽ ഓട്ടോമാറ്റിക് പ്രസ്റ്റീജ് എന്ന വേരിയന്റ്. 2022 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി. കറക്റ്റ് മെയിൻറ്റൈൻ ഉള്ള വണ്ടി. കിലോമീറ്റർ 1,04,000 അറൗണ്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ വെൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു ഓട്ടം പോയിട്ടുണ്ട് എന്തായാലും. 22 മോഡല്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരും. അതായത് ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. തൊട്ട് താഴെ വരുന്നത് സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 7 സീറ്ററിൽ പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്ക് റോ അത്ര വലിയ കൺജസ്റ്റഡ് അല്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ റോ ആണ്. ഓക്കെ. എത്ര ചോദ്യം? എത്ര ഇതിന്റെ? നമുക്ക് ഏകദേശം 13,60,000 രൂപ കൊടുക്കാൻ പറ്റും. 13,60,000. ഇതും ഏകദേശം അത്ര തന്നെ ഇല്ലേ? 25 23 ഏകദേശം വരുന്നുണ്ട്. പുതിയ വണ്ടിക്ക് 25 അടുത്ത് വരും. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? അൽക്കാസറല്ലേ? ഓക്കെ. അപ്പോൾ പകുതി പൈസ എടുത്ത് ഇത് ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഒരു 110% ലോൺ കൊടുക്കാൻ പറ്റും. 110% ഒന്നും നോക്കാനില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു മഹീന്ദ്ര ഥാർ പക്ക ഒരു SUV ഓഫ് റോഡർ. ഒരു വെറൈറ്റി കളറുമാണ്. താറിൽ അങ്ങനെ കാണാത്തത് ഗ്രീനാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് താറ് 4x4 ഹാർഡ് ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 21 ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് ഹാർഡ് ടോപ്പ് വാഹനമാണ്. 4x4 ആണ്. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ഒരു ക്ലെയിമും ഇല്ല. വെൽ മെയിൻറ്റൈൻ ആണ്. കറക്റ്റ് ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? കിലോമീറ്റർ 78,000 ഓടിയിട്ടുണ്ട്. പക്ഷേ ഫുള്ളി കമ്പനി സർവീസ് ആണ്. വെൽ മെയിൻറ്റൈൻ ആണ്. ഫുൾ സർവീസ് ഉള്ള വാഹനം. 21 78,000. ഓക്കെ. ഥാറല്ലേ 4x4 ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ എത്ര ചോദ്യം? എത്ര ചോദിച്ചാലും താറിന് ഒരു നെഗറ്റീവ് കമന്റ് വരും എന്നുള്ള ഉറപ്പാണ്. അല്ല, അതെന്താ പ്രശ്നം എന്നറിയോ? താറിന്റെ മാർക്കറ്റ് പലർക്കും അറിയാത്തതുകൊണ്ടാണ്. താർ റോക്സ് ഇറങ്ങിയപ്പോൾ താറിന്റെ മാർക്കറ്റ് താഴോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് റോക്സിനെക്കാളും ഈ 3 ഡോറിന് മുന്നേ ഡിമാൻഡ് വന്നു. അപ്പൊ റോക്സിന് അത്ര ഡിമാൻഡ് ഇപ്പൊ അത്ര ഇല്ല. ഇപ്പൊ കൂടുതൽ ഡിമാൻഡ് 3 ഡോർ വരുമ്പോഴത്തേക്ക് പോയി പോവാ. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പോൾ വന്നിട്ട് ഒരു വീഡിയോ കാണിക്കാൻ പറ്റിയത് ഇപ്പോൾ കുറച്ച് ഒരു 1.5 മാസം ശേഷം ഇപ്പോഴാണ്. സത്യമായിട്ട് ഞാൻ എത്ര ചോദിച്ചാലും നെഗറ്റീവ് കമന്റ് വരും. നമ്മൾ തന്നെ ഒരു റീലൊക്കെ എടുത്തു കഴിഞ്ഞാൽ താറിന്റെ വീഡിയോ ഫ്രണ്ടിലുണ്ടെങ്കിൽ റീല് കയറും, റീലും അടിച്ചു കയറും. സത്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. കാറിനെ വെച്ചിട്ട് തമ്പ്രയിൽ എടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ കയറും. ഈ നെഗറ്റീവ് അറിയുന്നവർക്ക് മാർക്കറ്റ് അറിയാത്തോണ്ട് മനഃപൂർവ്വം പറയുന്നതല്ല, അവർക്ക് അറിയാത്തോണ്ട്. അതുകൊണ്ട് ഞാൻ അവരോട് പറയാണ്, ഇതിന് അവന് റിപ്ലൈ കൊടുത്തോ. അപ്പൊ നമ്മൾ ഈ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് 14,30,000 രൂപ കൊടുക്കാം. ഇനി നിങ്ങളെടുത്ത് ആരെങ്കിലും വണ്ടി കൊടുക്കുകയാണെങ്കിൽ അപ് ടു 14 ലക്ഷം വരെ ഞാൻ എടുക്കാനും തയ്യാറാണ്. ഈ മോഡലിൽ തന്നെ ഈ മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നല്ല വണ്ടിയാണ്. 14 ലക്ഷം രൂപയ്ക്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ 14-30 രൂപ കൊടുക്കാനും തയ്യാറാണ്. അപ്പൊ നമ്മളൊരു ചെറിയൊരു നാരോ മാർജിൻ വെച്ചിട്ടാണ് പറയുന്നത്. ബാക്കിയെല്ലാം ആയാലോ അല്ലേ, ഞാൻ പറയണ്ടല്ലോ. 13 ലക്ഷം കിട്ടും. 13 ലക്ഷം വരെ ലോണും കൊടുക്കാം. അടുത്തത് ഓഡിയുടെ ഞാൻ ഇതുവരെ കാണിക്കാത്തൊരു വാഹനമാണ്. ഷെവർ കാണിച്ചത് ആദ്യമായിട്ട് കാണിക്കുന്നത്. ആദ്യമായിട്ട് കാണിക്കാം.
അതായത് ഓടി Q3, Q5, Q7 ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ എ സീരീസ് മറ്റേത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ക്യൂവിൽ Q2 ആണ് സ്റ്റാർട്ടിങ്. ക്യൂവിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് Q2. ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് SUV ആണ്. ഫ്രണ്ട് സൈഡ് വ്യൂ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളി ഒരു വാഹനം. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ? 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ഓഡി Q2 പെട്രോൾ വേരിയന്റ് ഓട്ടോമാറ്റിക് വരുന്നതാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് 20 മോഡൽ 21 രജിസ്ട്രേഷൻ KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒറിജിനൽ കേരള. പൊതുവെ മൈലേജ് എങ്ങനെ കാണിക്കേണ്ടത്? മൈലേജ് നമുക്കിത് ഓടിക്കുന്ന സമയത്ത് കാണിച്ചിരിക്കുന്നതിൽ 15 കാണിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു അനുമാനം വെച്ചിട്ട് ഒരു 13 മുകളിൽ റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരു 11 to 15 ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ പേരിലേക്ക് മാറിയിട്ട് ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു അട്രാക്റ്റീവ് പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് 100-110% ലോൺ ചെയ്യാൻ പറ്റും. ലോണും കിട്ടും. എത്ര ചോദ്യം എത്ര ഇപ്പോൾ ഈ പോക്കറ്റ് റോക്കറ്റിന് നമ്മൾ വെറും ആസ്ക് ചെയ്യുന്നത് 23,75,000 രൂപ മാത്രം. 23.25 ലക്ഷത്തിനാണ് ഓഡി Q2 നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഒറിജിനൽ കേരള വണ്ടി. അത് 26 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. അത്രയും ലോൺ കിട്ടും വാല്യൂഷനിൽ. പോക്കറ്റ് റോക്കറ്റ് വിളിക്കാൻ കാരണം വെച്ചാൽ അതിന്റെ പെർഫോമൻസ് ആണ്. ഇത്രയും ചെറിയ വണ്ടിയിൽ 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അല്ലെ, പറക്കും. ഓക്കെ, അപ്പോൾ ഒരു പെർഫോമൻസ് കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ഇതാ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. ഷേപ്പും ഉണ്ട്, അട്രാക്റ്റീവ് ആണ്. ഫുൾ ഓൺ. അടുത്ത വണ്ടി അടുത്തത് ബ്ലാക്ക് ക്രെറ്റ കൊല്ലം വണ്ടി KL 2. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡല് ഉണ്ടായി ക്രെറ്റ SXO ടോപ്പ് എൻഡ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒന്നും പറയില്ല. ഒരു 17-19 റേഞ്ച് മൈലേജും കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അന്ന് തന്നെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഡിക്കിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രം. കമ്പനി ഹിസ്റ്ററി. ഓണർഷിപ്പ് സിംഗിൾ 80,000 കിലോമീറ്റർ ഓടി ഫുള്ളി കമ്പനി സർവീസ് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓട്ടോ ഓടിയുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ല. എത്ര ചോദ്യം എത്ര? നമുക്ക് 15,20,000 രൂപ കൊടുക്കാൻ പറ്റും. 15-20 അന്ന് 24-25 വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 15-20 ഇപ്പോൾ കൊണ്ടുപോകാം. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ SX ഓപ്ഷൻ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 80,000 രൂപ ക്രെറ്റ. ലോൺ ഒരു 14 ലക്ഷം ഒക്കെ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു കിയ സെൽറ്റോസ് ആണ്. ഇത് മാത്രമല്ല വേറെ വണ്ടികളുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ സെൽറ്റോസ് എങ്ങനെ ഡീറ്റെയിൽ? സെൽറ്റോസ് 2020 മോഡല്. സെൽറ്റോസ് പെട്രോൾ ഓട്ടോമാറ്റിക് IVT വരുന്ന HTX ടോപ്പിലെ തൊട്ട് താഴെ തൊട്ട് താഴെ മോഡൽ 2020. സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇതിന് പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലായിട്ടുണ്ട്. ഓട്ടം വളരെ കുറവാണ്. 43,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓണർഷിപ്പ്. ഓക്കെ, IVT പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഒരു 11-14 വരെയൊക്കെ മൈലേജ് കിട്ടും. ക്ലെയിം റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. വന്ന വണ്ടിയാന്ന് തോന്നുന്നു. ഇത് വന്ന് കയറിയിട്ടുള്ളൂ. വന്ന് കയറിയപ്പോൾ നമ്മൾ കാണിച്ചാൽ ഇപ്പം പെയിന്റ് ടച്ചുണ്ട്. ബമ്പർ കോർണർ ടച്ചുണ്ട്. ചെറിയ RF ഉണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കും. നാളെ കൊടുക്കൂല. രാവിലെ തന്നെ കൊടുക്കും. എത്ര ചോദ്യം എത്ര ഇപ്പോൾ? നമുക്ക് നെറ്റാക്കിയിട്ട് 10,90,000 രൂപ കൊടുക്കാം. 10,90,000 HTX 2020 IVT ഓട്ടോമാറ്റിക് സെൽറ്റോസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വലിയ ഓട്ടം പോയിട്ടില്ല. 40,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോൺ ഒരു 9,900 കിട്ടും. എന്തായാലും കിട്ടും. മാക്സിമം ലോൺ സൗകര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ നിർത്താണ്. പിന്നെ മൊത്തത്തില് അവസ്ഥ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ പ്രതീതി ദിവസം കൂടി വരികയാണ്. കാരണം നമുക്ക് ഇതുവരെ അതിനൊരു എഫക്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഈ മാസം ഇതുവരെ ആയിട്ട് നമുക്ക് ബിസിനസ്സിന് കുറവ് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ആളുകൾ വരുന്നത് കുറവ് വരുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. കാരണം യുദ്ധം കനക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ എഫക്ട് വരെ ശരിക്കും മിഡിൽ ഈസ്റ്റിലൊക്കെ അതിൻ്റെ എഫക്ട് വന്നു തുടങ്ങി. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് 1 വർഷം 2 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. യുദ്ധം ഇതേ തരത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ പേടിക്കണം. കാരണം വരും മാസങ്ങളിൽ അതിൻ്റെ എഫക്ട് എന്തായാലും നമ്മുടെ മാർക്കറ്റിലുണ്ടാവും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ്ഡ് കാർ മേഖല നമുക്ക് ബാധിച്ചിട്ടില്ല. പക്ഷേ യൂസ്ഡ് കാർ മേഖലയിലുള്ള പലരെയും ഞാൻ വിളിച്ചു നോക്കുമ്പോൾ പലർക്കും ബാധിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ മാസം നമുക്ക് ബാധിച്ചില്ല. ഈ ഒരു മുന്നോട്ട് നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും അത് ബാധിക്കാൻ സാധ്യത. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ യുദ്ധം പെട്ടെന്ന് കെട്ടടങ്ങിയിട്ട് സമാധാന ദിശയിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. തീർച്ചയായും സമാധാനം ഉണ്ടാവട്ടെ ലോകത്ത്. പിന്നെ ചിലർക്ക് തലക്ക് വെളിവെക്കാനും പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് മാർക്കറ്റ് പൊട്ടിക്കളി. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ. താങ്ക് യു. ബൈ.